ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മോം കെയറിൽ വന്നിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ട് 6:30 ഇങ്ങനെ ആവാനായിരിക്കും. അതപ്പോൾ രാവിലെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയതും ഹോർലിക്സും കഷായം കൊണ്ടുതരും. മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ പഴം പുഴുങ്ങിയത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാ ദിവസം ഉണ്ടാവുക. കഷായം കുടിക്കുമ്പോൾ എനിക്ക് അച്ചാർ നിർബന്ധ കേസ്, അല്ലെങ്കിൽ കഷായം കുടിക്കാനേ പറ്റൂല. ഈ ഒരു ചോയ അച്ചാർ തിന്നുമ്പോൾ അത് വേഗം അങ്ങ് മാറിക്കോളുമല്ലോ. പിന്നെ തിരുമ്പാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വന്നിനു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ ബാപ്പയും മോനും നല്ല ഉറക്കാണ് ഗൈസ്. രാത്രി എന്നെ ഉറക്കിക്കേയില്ല കരഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പം നമുക്ക് നല്ല ഉറക്കാം. അങ്ങനെ പിന്നെ ഒരു ഏതെങ്കിലും ആയപ്പോൾ എന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വിളിക്കാൻ വന്നിക്കേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂം. നമ്മളെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഏച്ചിമാർ ഇത്. ഒരേ ഏച്ചിയും കൂടി ഉണ്ട്. അത് ഏച്ചി ലീവ് അല്ലേ? നിങ്ങളെ പേര് പറഞ്ഞു. എൻ്റെ പേര് ആഷിഖി. ഏച്ചിന്റെ എൻ്റെ പേര് അതുല്യ. എൻ്റെ പേര് രസിത. ട്രീറ്റ്മെന്റ് തുടങ്ങാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ തലയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നല്ലോണം ഒരു 10-15 മിനിറ്റ് വരെ തല നല്ല രീതിക്ക് മസാജ് ചെയ്ത് തരും. ആ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. ആ തലവേദനയൊക്കെ അങ്ങ് പോകും. പിന്നെ അവിടെ കിടത്തിയിട്ട് നമ്മൾ ബോഡി മസാജും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഒരു 9:30 ഇങ്ങനെ ആയപ്പോൾ രാവിലത്തെ ചായ 10 കൊണ്ടുവന്നിരുന്നു. ഒരു 10-11 ഉള്ളിലായിട്ട് തേങ്ങാപ്പാലിട്ട കഞ്ഞിയും കഷായം കൊണ്ടുതരും. നമ്മളെ റൂമിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ ഈ സൈഡ് ഭാഗത്തായിട്ട് ഒരടുത്ത് ബിൽഡിങ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 1:30 ആയപ്പോൾ ഉച്ചക്കത്തെ ചോറ് കൊണ്ടുവന്നിരുന്നു. ഉച്ചക്കത്തേക്ക് ചോറും വെള്ളരിക്കറിയും കുഞ്ഞുമത്തി മുളകൊട്ടിയും ഉപ്പേരിയും.
ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജ്യൂസും കൊണ്ടുത്തരും. ഇന്ന് മുന്തിരി ജ്യൂസ് ചെയ്യുന്നു. ഓരോ ടൈമിലും ഓരോ ജ്യൂസ് ആയിരിക്കും ഓരോ ദിവസവും. അപ്പോൾ ഇന്ന് മുന്തിരി ജ്യൂസ് ചെയ്യുന്നു. കുറേ നേരം കരച്ചിലും പിടിച്ചിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജാക്കിനെ അങ്ങ് ഉറക്കി. പിന്നെ ഓനക്ക് ചെറിയൊരു പനി ഉണ്ടേനു, അതിൻ്റെ ഒരു ശീലക്കേടും ഉണ്ട് ഓനക്ക്. വൈകുന്നേരം 4 മണി ഇങ്ങനെ ആയപ്പോൾ വൈകുന്നേരത്തെ ചായ കൊണ്ടാന്ന്. ഇന്ന് ചെറുപയറും കട്ടൻ ചായയും ബിസ്ക്കറ്റും ആയിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ടൈമിൽ ഇവിടുത്തെ ടെറസിൻ്റെ മേലയിൽ നിന്നിട്ട് ഇങ്ങനെ വ്യൂ എല്ലാം കാണാൻ നല്ല രസമാണെന്നൊക്കെ നമ്മൾ റൂംമേറ്റ് പറയലുണ്ട്. ഒരേറ്റ് നമ്മൾ നല്ല കമ്പനിയാണ് റൂംമേറ്റിൻ്റോട്. അപ്പോൾ ഒരു പറയലുണ്ട്, പക്ഷേ ഇതുവരെ കയറാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച്. ഞാനിങ്ങനെ ഇവിടെ മോം കെയറിലെത്തുമ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി ആയപ്പോൾ നമ്മൾ വീട്ടിൽ ആളെ വെക്കുമല്ലോ, 1 മാസത്തേക്ക് വേണ്ടിയിട്ട് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആളെല്ലാം സെറ്റാക്കി ഒരു അഡ്വാൻസൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അതിൻ്റെ മുൻപ് ഞാൻ ഇതേപോലത്തെ ഒരു സ്ഥലം ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ കുറേ ഇങ്ങനെ കാണുമല്ലോ, അന്നപ്പോൾ ഇതേപോലത്തെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അത് ഞാൻ കുറേ അന്വേഷിച്ച് നോക്കിയിരുന്നു, കോട്ടയിൽ, കുറ്റ്യാടി അങ്ങനത്തെ സ്ഥലത്തൊക്കെ. ഇവിടെ എനിക്കുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ചെയ്യുന്നു. 14 ദിവസത്തെ ചെറിയ കുറച്ച് 2 ആഴ്ചത്തേക്ക് തന്നെ ഭയങ്കര റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഒരു 2 ആഴ്ച നിൽക്കൽ നല്ല നഷ്ടമല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ഒരാളെ നിൽപ്പിക്കാൻ ഒരു അഡ്വാൻസിലും കൊടുത്ത് സെറ്റാക്കി വെച്ചത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിക്ക് നിങ്ങൾ നാളെ തൊട്ട് വരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവർക്ക് വേറെ പണി കിട്ടി, അങ്ങനെ ഇങ്ങനെ അതെല്ലാം വേണ്ടിയിട്ട് പിന്നെ ഒരു വേറെ ആളാക്കി തരാമെന്ന് പറഞ്ഞാൽ വേറെ ആൾ ആരും കിട്ടിയില്ല. പിന്നെ കുറേ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നിർബന്ധമില്ലേ, പ്രസവിച്ച് ഡെലിവറിയും കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി സമയവും ഇല്ലല്ലോ ആളെ തപ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ സംഭവം ഇങ്ങനെ ഫ്രണ്ട്സിലോടെല്ലാം ഷെയർ ചെയ്യുമല്ലോ. ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരാളെ നിൽപ്പിച്ചിട്ട് ഒരിക്കൽ വേറെ പണിയിട്ട് പോയി, ഇപ്പോൾ ആരുമില്ല, അങ്ങനെ ഇങ്ങനെ നല്ല ഇങ്ങനെ ഷെയർ ചെയ്തപ്പോഴാണ് എടുത്ത് പറഞ്ഞത് പയ്യോളിയിൽ ഒരു പ്രസവരക്ഷയുണ്ട്. ഇപ്പം അടുത്ത് തുടങ്ങിയതാണ്, ഈ ജനുവരി തുടങ്ങിയതാന്ന് പറഞ്ഞു 2025. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സംഭവം തന്നെയുള്ള കാര്യം അറിയുന്നത്. ഞാൻ അറിയില്ലായിരുന്നു ഇങ്ങനെ ഇതുള്ളത്. അപ്പോൾ തന്നെ വലിയ റേറ്റൊന്നുമില്ല. ഞാൻ അതിൻ്റെ മുൻപ് അന്വേഷിച്ച ആഫ്റ്ററുള്ള അങ്ങനത്തെ റേറ്റൊന്നും അല്ല. ഇങ്ങനെ അവളെ ഹെൽത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ക്ലിയർ ആയിട്ട് അയച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഇവിടത്തേക്കൊന്ന് നോക്കിയാലോ, ഞാൻ ആഫ്റ്ററിനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആഫ്റ്ററിനോട് ചോദിച്ചു നോക്കി ഇങ്ങനെ ഒരു മോം കെയർ ഉണ്ട് പയ്യോളിയിൽ, അപ്പോൾ അവിടത്തേക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്ത്. എന്നാൽ പോകാൻ പറഞ്ഞേ ഇനി എന്ത് നോക്കാനാണ്, നമ്മൾ ഇങ്ങനെ ഒരു ഈറ്റുമാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ വിളിക്കുന്നതിനും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ 2 ദിവസമെല്ലാം കഴിഞ്ഞേക്കും ഇത് അറിയുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ആരെയും കിട്ടിക്കൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ അറിയുന്ന റേറ്റിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞാൽ ഇനിയൊന്നും നോക്കണ്ട, വേഗം ഇവരെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വിളിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 8 ദിവസം കഴിയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 10 ദിവസമാവും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്തായിട്ട് ഒരു 8 ദിവസമല്ല, അത് വീട്ടിൽ കിടന്നിട്ട് ബാക്കിയോടെ 14 ദിവസത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടത്തേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ ഞാൻ വന്നിട്ട് 11 ദിവസമായി ഇവിടെ വന്നിട്ട്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 12 ദിവസമായി ഇവിടെ വന്നിട്ട്. ഇനി 2 ദിവസം കൂടിയിട്ട് റേറ്റ് കുറയുമ്പോൾ ഇവർ നോക്കുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ലോക്കലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന ടൈമിൽ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ എല്ലാം മാറിക്കിട്ടി. പിറ്റേ ദിവസം എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് എന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ ഒരു 12 മണി ആയിരിക്കും. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി പിറ്റേ ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ അതും കൂടി അറിയാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ട്രീറ്റ്മെൻറ്റ് ആയപ്പോൾ മൊത്തമായിട്ട് സമാധാനമായി. എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ലതാണ് ഇവിടെ. ഒരു എന്താ പറയുക, എനിക്ക് നല്ല രാത്രി ഇവൻ തീരെ കിടന്നുറങ്ങൂല, ഭയങ്കര കരച്ചിലും ബഹളമാണ്. അപ്പോൾ ഇവനെടുത്ത് നടന്നിട്ടും ഇങ്ങനെ പാൽ കൊടുത്തിട്ടും അതേപോലെ തന്നെ കുത്തിരിട്ടും നമുക്ക് എടുത്ത് നമുക്ക് അറിയും. അപ്പോൾ കുത്തിരിഞ്ഞാലും നടന്നാലും കരച്ചിൽ നിർത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നല്ല ബാക്ക് പെയിനും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ പോയത്. പക്ഷേ നമ്മൾ എല്ലാം അടുത്ത ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഒരു പെയിനും ഉണ്ടായില്ല. നമ്മളെ പെയിന് മൊത്തമായിട്ട് പോകും. അത്രയ്ക്കും നല്ല ട്രീറ്റ്മെൻറ്റ്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ പേഷ്യൻറ്റിന് 8 നേരത്തെ ഫുഡുണ്ട്. അതേപോലെ നമ്മൾ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന് 4 നേരത്തെ ഫുഡുണ്ട്. രാവിലത്തെ, ഉച്ചക്കത്തെ, വൈകുന്നേരത്തെ ചായ, രാത്രിത്തെ ഫുഡും അങ്ങനെയായിട്ട് 4 നേരത്തെ ഫുഡൊക്കെ ഇവിടുത്തെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും അടിപൊളി തന്നെ. എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടുത്തെ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉഴിച്ചിലും അതുപോലെ തന്നെ ഓരോ തല മസാജ്, ട്രീറ്റ്മെൻറ്റോ ഫുഡ് മാത്രമല്ല ഇവിടുത്തെ ഡോക്ടറായാലും അതുപോലെ തന്നെ നഴ്സായാലും നല്ല കമ്പനി ആയിട്ട് നമ്മളോട് നല്ല രീതിക്ക് ഓരോന്നിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും. ദിവസം വരികയും ചെയ്യും ഡോക്ടർ. എല്ലാവരുടെ റൂമിൽ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡൊക്കെ പിടിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തുണ്ടെങ്കിലും പറയാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു നല്ലൊരു ഇതായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സുമാരും ഒക്കെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് ഈറ്റുമ്മ കിട്ടാത്തത്, ആ ഈറ്റുമ്മ എനിക്ക്
അഡ്വാൻസ് കൊടുത്തിട്ടുമ്പോൾ തിരിച്ച് അഡ്വാൻസ് തന്നിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേനോ, അതെന്തുകൊണ്ട് നന്നായിക്കെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ സാധാ വീട്ടിൽ നിന്ന് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതെന്നാൽ ജസ്റ്റ് ഒന്ന് കോയമ്പിടും, എന്നിട്ട് കുത്തിരിക്കും, കുളിക്കും, അത്രയെല്ലാം തന്നെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ളൂ. പിന്നെ കഷായം കൊടുക്കും, അതെല്ലാം തന്നെ. അല്ലാണ്ട് അങ്ങനെ നല്ലൊരു മസാജ് ഒഴിച്ചിലും എല്ലാം തന്നെ കിട്ടുമ്പോഴേ നമുക്ക് ബോഡി മൊത്തമായിട്ടൊന്ന് പെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതൊന്നും വീട്ടിൽ എന്തായിട്ട് കിട്ടൂലല്ലോ. പക്ഷേങ്കിൽ അത് ഇവിടെ വന്നപ്പോൾ കിട്ടിയോണ്ട് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന ഐറ്റം ഇപ്പോൾ എന്തായിട്ടും നന്നായിട്ട് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഇവിടെ മൊത്തമായിട്ട് അങ്ങ് അടിപൊളിയാണ്. അത്രേ പറയാനുള്ളൂ, ഇതിൽ കൂടുതൽ ഇതൊന്നും പറയാറില്ല, അത്രയ്ക്കും അടിപൊളി ഇവിടെ. ഒരു 6 മണി ഇങ്ങനെ ആയപ്പോൾ ഇവർ മുത്താറി അതുപോലെ തന്നെ കഷായം കൊണ്ടെത്താണ്. ഇത് ഒന്നുകിൽ മുത്താറി അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ എന്തെങ്കിലും ഒന്നാ ദിവസം ഉണ്ടാവുക. പിന്നെ നമ്മളെ റൂമിൻ്റെ പുറം ഭാഗം വരുന്നത് ഇങ്ങനെയാട്ടോ. ഇവിടെ രാത്രി ടൈമിൽ കുത്തിരിക്കാൻ നല്ല രസം, നല്ലൊരു തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും. ഇതാണ് കേട്ടോ നമ്മളെ റൂം നമ്പർ 104. പിന്നെ കയറിയ പാടത്ത് തന്നെ ഒരു ടേബിൾ, കസല അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരു നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ഹോളാട്ടോ. പിന്നെ ഒരു സോഫ സെറ്റ്, നമ്മൾ വിരുന്നാർക്കിൽ ഇരിക്കാൻ പറ്റിയൊരു സോഫ സെറ്റും, പിന്നെ 2 റൂമും ഒരു അടുക്കളയായിട്ടാണ് വരുന്നത്. നമ്മൾ ഒരു റൂമാണ് നമ്മൾ എടുത്തുള്ളൂ. ഇപ്പോഴത്തെ ഭാഗത്തുള്ള അടുക്കളേൻ്റെ ഭാഗത്തുള്ള റൂമാണ് നമ്മളത്. അപ്പുറത്തത് നമ്മളെ റൂംമേറ്റിൻ്റെ റൂമാണ്. റൂംമേറ്റ് നല്ല കമ്പനി ആട്ടോ. നമുക്ക് പിന്നെ 2 റൂമും ആണെങ്കിൽ എടുക്കാം, പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു റൂം എടുത്തുകൊള്ളും. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് വേറൊരു ആൾക്കാരും കൂടി താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ റൂമും ബാത്റൂമും ആട്ടോ ഇത് അത്യാവശ്യം ഇവിടുത്തെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ നല്ല വൃത്തിൻ്റെ കാര്യം അടിപൊളിയാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ആക്കുകയെല്ലാം ചെയ്യും, അതുകൊണ്ട് വൃത്തിൻ്റെ കാര്യമൊന്നും പേടിക്കാനില്ല. പിന്നെ ഒരു 7 മണി ഇങ്ങനെ കഴിഞ്ഞപാട് ഇവർ രാത്രിത്തെ ഫുഡ് കൊണ്ടുത്തരും. നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഇഷ്ടമല്ല, പക്ഷെ ഒരു 7 മണിക്ക് തന്നെ കൊണ്ടുത്തരും. നമ്മൾ പിന്നെ ഒരു 8-9 മണി ഇങ്ങനെ ആവും കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറിയും പിട്ടോ, ഇത് ഇന്നത്തെ മാത്രം മെനു ആട്ടോ ഇത്. പക്ഷേങ്കിൽ ഓരോ ദിവസവും പല പല സാധനങ്ങളായിരിക്കും. പിന്നെ ഒരു 7-8 മണിൻ്റെ ഉള്ളിലായിട്ട് കഷായവും പാലും കൊണ്ടുത്തരും. പാല് ബദാമിട്ട പാലായതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പാല് കുടിക്കില്ലേ, എനിക്ക് ഇഷ്ടമല്ല പാല്. പക്ഷേങ്കിൽ ഇത് ബദാമിൻ്റെ ചോയ ആയതുകൊണ്ട് ഞാൻ കുടിക്കും. പിന്നെ ഈ ഡേ മൈ ലൈഫ് എടുക്കുന്ന ദിവസം ഡോക്ടർ വന്ന ടൈം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം ജസ്റ്റ് ഡോക്ടർ എല്ലാപ്പോഴും വരുന്ന പോലെ വന്നേ. അപ്പോൾ സാക്കിക്ക് ചെറിയ പനിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതും കൂടി പറഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ വീട് വൈൻ്റെ പേക്ക് ടാറ്റ പറഞ്ഞിട്ട് അതിൻ്റെ പീസാക്കിയേ ടാറ്റ ടാറ്റ.